ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫൈനലി നോർമൽ സ്കിൻകാർക്കുള്ള സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് വരാം. നിങ്ങളുടെ നോർമൽ സ്കിൻ അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. കാരണം ഏറ്റവും ലക്കി സ്കിൻ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് നിങ്ങൾ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസറോ ഫേസ് വാഷോ ഒന്നും തപ്പിപ്പോണ്ട. കാരണം ബേസിക്കലി എല്ലാം നിങ്ങൾക്ക് കൂടെ നിങ്ങളെയും കൂടെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഐഡിയൽ സ്കിൻ ടൈപ്പാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കുകയും വേണം. മറ്റുള്ളവരെ പോലെ ശ്രദ്ധിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു 4 പോർഷനായിട്ടാണ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഫേസ് വാഷ്, രണ്ടാമത്തത് ട്രീറ്റ്മെന്റ്, മൂന്നാമത്തെ മോയ്സ്ചറൈസേഷൻ, നാലാമത്തെ പ്രൊട്ടക്ഷൻ. അപ്പൊ ആ 4 നമുക്ക് നോക്കാം. ഡിസ്ക്ലൈമർ ആണ്, ഇതിനകത്ത് ഞാൻ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ ഒന്നും പറയത്തില്ല. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ലൈക്ക് ഒരു റേഞ്ച്, ഓരോരുത്തർക്കുള്ള എക്കണോമിക് റേഞ്ച് വെച്ചിട്ട് ഞാൻ ചെയ്തു തരാം. കാര്യം ഞാൻ എപ്പോഴും പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ പറയുമ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള പറയാൻ പറയും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള വേറെ അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നെ ചെയ്യാനും പറ്റും. അപ്പൊ അത് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫേസ് വാഷിലോട്ട് പോകാം. ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാം? ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷിനകത്ത് സാലിസിലിക് ആസിഡ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ AHA BHA ഫേസ് വാഷ് ആയിട്ട് വാങ്ങിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഫേസ് വാഷ് വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം അത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഫേസ് വാഷ് ആണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി നോർമൽ സ്കിൻ ആയതുകൊണ്ട് നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് വാങ്ങിക്കുകയാണെങ്കിൽ സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എപ്പോഴും ഞാൻ പറയും ജെന്റിൽ ഫേസ് വാഷ് ആണ്. നമ്മുടെ ഓയിൽസ് ഒന്നും സ്ട്രിപ്പ് ഔട്ട് ചെയ്യേണ്ട, പുതിയ വേറെ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷും കൂടെ വേണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ഒന്നുകിൽ രാത്രി മാത്രം എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്യുക, മോർണിംഗിൽ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. മോർണിംഗും നൈറ്റും കൂടെ ഒരിക്കലും എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്ത്, കാരണം സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവും. അപ്പം ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. മോർണിംഗിൽ ഏതെങ്കിലും ഒരു ടൈം യൂസ് ചെയ്യാം. മോർണിംഗിൽ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക, നൈറ്റിൽ എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് നൈറ്റ്സിൽ എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്ത രണ്ടാമത്തെ നമ്മുടെ ഓയിൽ ക്ലെൻസിങ് അല്ലെങ്കിൽ ക്ലെൻസിങ് ബാം അല്ലെങ്കിൽ മിസല വാട്ടർ അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലെൻസിങ് ബാം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിലിം ലെയർ, ഒരു ഓയിൽ ലെയർ നമ്മുടെ സ്കിന്നിൽ ലീവ് ചെയ്യുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ ക്ലെൻസിങ് ബാമിനേക്കാളും നല്ലത് ക്ലെൻസിങ് ഓയിൽസ് ആണ് കുറച്ചും കൂടെ നല്ലത്. അതല്ലെങ്കിൽ മിസലാർ വാട്ടർ നല്ലതാണ്. പക്ഷെ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മിസലാർ വാട്ടറിൽ നമ്മൾ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ അവിടെയൊക്കെ ചെറിയൊരു ഫൈൻ ലൈൻസ് റിങ്കിൾസും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മിസലാർ വാട്ടർ നല്ലതാണ്. അപ്പൊ ഒന്നുകിൽ മിസലാർ വാട്ടർ, അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽ, അല്ലെങ്കിൽ ക്ലെൻസിങ് ബാം, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അപ്പൊ ഇത് യൂസ് ചെയ്യണം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബേസിക്കലി ക്ലെൻസിങ് ഓയിൽ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറയുന്ന റൊട്ടീനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അവസരം സൺസ്ക്രീൻ പറയും. അപ്പൊ അതിന് വേണ്ടി പിന്നെ നിങ്ങൾ ഒരു CC ക്രീമോ BB ക്രീമോ മേക്കപ്പോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം റാൻഡം ആയിട്ട് ലിപ്സ്റ്റിക് പോലും ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ലിപ്പിലും ചീക്കിലും ഒക്കെ. അപ്പൊ അതൊക്കെ കളയാനായിട്ട്, പിന്നെ പൊല്യൂഷൻ, ഡേർട്ട് ഇതൊക്കെ മെൽറ്റ് ചെയ്ത് കളയാനായിട്ട് ഫേസ് വാഷിന് പറ്റും. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് നമ്മുടെ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഈ ക്ലെൻസിങ് ഓയിലോ ക്ലെൻസിങ് ബാമോ മിസലാർ വാട്ടറോ. അതുകൊണ്ടാണ് ഡബിൾ ക്ലെൻസിങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണെന്ന് പറയുന്നത്. ഡബിൾ ക്ലെൻസിങ് എപ്പോഴും നൈറ്റ് യൂസ് ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങളുടെ ആക്റ്റീവ് ഫേസ് വാഷ് ഫോളോ അപ്പ് ചെയ്യുക. മോർണിംഗിൽ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്ടർ ഒന്ന് സ്പ്ലാഷ് ചെയ്താലും മതി. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഴുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഫേസിൽ വിയർപ്പോ അഴുക്കൊന്നും രാവിലെ എണീക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്ടർ ഒന്ന് സ്പ്ലാഷ് ചെയ്ത് കഴിഞ്ഞാലും മതി. അടുത്തതാണ് ട്രീറ്റ്മെന്റ് വരുന്നതാണ് 2 സിറംസ്. മോർണിംഗിലാണെങ്കിൽ നമുക്ക് വിറ്റാമിൻ C സെറാണ് നല്ലത്. കാര്യം എന്താന്ന് വെച്ചാൽ വിറ്റാമിൻ C ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ നമ്മളെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഒരു ആന്റി ഏജിങ് ആണ്. പിന്നെ ചെറിയ ചെറിയ കുത്തു സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് വിറ്റാമിൻ C ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ സെറം എന്ന് വെച്ചാൽ റെറ്റിനോൾ ആണ്. കാരണം റെറ്റിനോളിന് നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആക്നെ ബ്രേക്ക് ഔട്ട്സ്, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറെ കാര്യങ്ങൾ ഈ റെറ്റിനോളിൽ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു ഓൾ ഇൻ വൺ ആയതുകൊണ്ട് നൈറ്റിൽ റെറ്റിനോൾ ആണ് നല്ലത്. പക്ഷേ 24 ഏജിന് മുകളിലോട്ടാണെങ്കിൽ മാത്രമേ റെറ്റിനോൾ യൂസ് ചെയ്യാവുള്ളൂ.
ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റും മോർണിംഗും നമുക്ക് വിറ്റാമിൻ സി സെറം തന്നെ ഫോളോ അപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വിറ്റാമിൻ സി സെറം നമുക്ക് ആഴ്ചയിൽ 7 ദിവസം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ റെറ്റിനോൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പാടുള്ളൂ. വിറ്റാമിൻ സി സെറം ആയാലും റെറ്റിനോൾ ആയാലും എപ്പോഴും ഡ്രൈ സ്കിന്നിൽ, അതായത് നമ്മൾ ക്ലീൻ ചെയ്ത് ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. പക്ഷെ റെറ്റിനോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഫസ്റ്റ് നിങ്ങൾ സാനിഷ് മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് 3 to 2 വീക്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സ്കിന്നിലോട്ട് റെറ്റിനോൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പൊ സാനിഷ് മെത്തേഡ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, പിന്നെ നമ്മൾ റെറ്റിനോൾ അപ്ലൈ ചെയ്യുക, വീണ്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇതിനാണ് നമ്മൾ സാനിഷ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ രാവിലെ വിറ്റാമിൻ സി യൂസ് ചെയ്യില്ല, ഇപ്പൊ ഞാൻ വൈകിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്തൂടെ? യൂസ് ചെയ്യാം. നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ രാത്രി വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരിക്കലും വിറ്റാമിൻ സിയും റെറ്റിനോളും ഒരേ ടൈമിൽ അറ്റ് എ ടൈമിൽ ഒരുമിച്ച് യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ ഒന്ന് വിറ്റാമിൻ സി വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ അതിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അല്ലാതെ ഒരുമിച്ച് ഫോർമുലേറ്റ് ചെയ്ത് വിറ്റാമിൻ സി റെറ്റിനോളും ആണെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മൾ എപ്പോഴും നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുന്ന വിറ്റാമിൻ സി ആണ്. അപ്പൊ അത് സെലക്ട് ചെയ്യുന്നേക്കാളും നല്ലത് ഒരു വിറ്റാമിൻ സി വാങ്ങിക്കുക, രാവിലെയും വൈകിട്ട് യൂസ് ചെയ്യുക. റെറ്റിനോൾ യൂസ് ചെയ്യാത്ത ദിവസം രാവിലെയും വൈകിട്ടും വിറ്റാമിൻ സി യൂസ് ചെയ്യുക, അല്ലാത്ത ദിവസങ്ങളിൽ നൈറ്റ് റെറ്റിനോൾ മാത്രം യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു പർജിങ് ഒന്നുമില്ല, ബിഗിനർ ഫ്രണ്ട്ലി റെറ്റിനോൾ വേണമെങ്കിൽ ഫോക്സ്ടെയിലിന്റെ റെറ്റിനോൾ നല്ലതാണ്. വിറ്റാമിൻ സിയും ഫോക്സ്ടെയിലും നല്ലതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ബേസിക്കലി വിറ്റാമിൻ സി ഞാനിപ്പോൾ അവരുടെയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ പെർജിങ്ങിന് തീരെ പെർജിങ് ബിഗിനർ ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്നെങ്കിൽ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ്. മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ട്രിക്കിനെസ് ഉണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് നോർമൽ സ്കിൻ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് സൺസ്ക്രീൻ ഇപ്പം 3 സ്റ്റെപ്പ് മതി, എനിക്ക് മോയ്സ്ചറൈസർ വേണം, ഡയറക്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സൺസ്ക്രീനിലോട്ട് പോകാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയും മോയ്സ്ചറൈസേഴ്സും കൂടി യൂസ് ചെയ്തോ, കുറച്ചും കൂടെ ഹൈഡ്രേഷൻ കിട്ടും, അപ്പം നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണ്ട, ജെൽ ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ പറയും. അതായത് നമ്മൾ ഓയിലി സ്കിൻകാർക്ക് ഉള്ള മോയ്സ്ചറൈസേഴ്സിലെ നോർമൽ ടു ഓയിലി സ്കിൻ മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ മോയ്സ്ചറൈസേഴ്സ് ആണ് കുറച്ചും കൂടെ നല്ലത്. അല്ല നിങ്ങൾ കുറച്ച് നോർമൽ ടു ഡ്രൈ സ്കിന്നിലോട്ടാണെങ്കിൽ മാത്രം നോർമൽ ടു ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ല നിങ്ങൾ സാധാരണ തീരെ ഓയിൽനെസ് ഇല്ലാത്ത ഫേസ്, തീരെ ഡ്രൈനെസ് ഇല്ലാത്ത ഫേസ് ആണെങ്കിൽ ഓയിലി സ്കിൻ ബേസ് നോർമൽ ടു ഓയിലി സ്കിൻ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ സ്കിൻകാർക്ക് ഉണ്ടാക്കുന്ന മോയ്സ്ചറൈസറിന്റെ ബേസിൽ കൂടുതലും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ബേസ് ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടെ ഓയിൽ പ്രൊഡക്ഷൻ കാണും. അപ്പൊ ആ ഓയിൽ പ്രൊഡക്ഷൻ ചിലപ്പോൾ നമുക്ക് വീണ്ടും ഓയിൽനെസ് ഫീൽ ചെയ്യിക്കും ഫേസിൽ. അപ്പൊ അത് വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ജെൽ ടൈപ്ഡ് മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ സേഫ് എന്ന്. പിന്നെ നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്ത മോയ്സ്ചറൈസേഴ്സ്, പിന്നെ അല്ലാണ്ട് ഇപ്പൊ എന്തെങ്കിലും ആക്റ്റീവ് ഫേസ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, അതായത് നൈറ്റ് ക്രീംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ നൈറ്റ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒലയുടെ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒലയുടെ റെറ്റിനോൾ നൈറ്റ് ക്രീം യൂസ് അതിനകത്ത് ഓൾറെഡി റെറ്റിനോൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫേസ് വാഷ്, നൈറ്റ് ക്രീം, മോയ്സ്ചറൈസേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാൻഡ് മോയ്സ്ചറൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി റെറ്റിനോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് സാലിസിലിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സി എന്നൊക്കെ ഉള്ള മോയ്സ്ചറൈസേഴ്സ് മാക്സിമം സ്കിപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അതുകൊണ്ടാണ്. പിന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്കുള്ള മോയ്സ്ചറൈസേഴ്സ് ഒന്നും സെലക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് സ്കിൻ നന്നായിട്ട് ഓയിലി ആക്കും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മാക്സിമം മോയ്സ്ചറൈസേഴ്സിൽ സെറമൈഡോ ഹൈലൂറോണിക് ആസിഡോ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അത് പിന്നെ സ്കിന്നിന് കുറച്ചും കൂടെ ഹൈഡ്രേഷൻ തരുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ സെറമൈഡിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ലൈക്കാർഡ് കൊടുക്കുന്ന വീഡിയോ ഒന്നും ഇരിക്കണം, നന്നായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ റീസെന്റ് ഉണ്ടാക്കിയ വീഡിയോ ആണ് സെറമൈഡ്സിനെ പറ്റിയിട്ട്. അപ്പൊ അതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ സെറമൈഡ് ആണ് നല്ലതെന്ന് മനസ്സിലാവും. മാത്രമല്ല അതിനകത്ത് കുറച്ച് മോയ്സ്ചറൈസേഴ്സിന്റെ റെക്കമെൻഡേഷൻസും ആ വീഡിയോയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ്. ലാസ്റ്റ് ആണ് പ്രൊട്ടക്ഷൻ, സൺസ്ക്രീൻ. ഞാനിത് ലാസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നൈറ്റിൽ സൺസ്ക്രീനിന്റെ ആവശ്യമില്ല, മോർണിംഗിൽ മാത്രം സൺസ്ക്രീനിന്റെ ആവശ്യമുള്ളൂ. കാരണം ഇത് എത്ര ഞാൻ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഡൗട്ടാണ്, രാത്രിയും വേണോ വേണ്ട, രാത്രി സൺസ്ക്രീൻ വേണ്ട. അപ്പോ എനിവേസ് സൺസ്ക്രീൻ. ഇനി സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് റീസെന്റ് ഒരുപാട് പേർക്ക് കെമിക്കൽ സൺസ്ക്രീൻ പറ്റത്തില്ല, മിനറൽ സൺസ്ക്രീൻ പറ്റത്തില്ല.
പിന്നെ അതുപോലെ ബേസ് സൺസ്ക്രീനിന്റെ ബേസ് ചില ആൾക്കാർക്ക് പറ്റത്തില്ല. സൺസ്ക്രീൻ അതായത് ഫോർമേഷൻ പറ്റാത്ത ആൾക്കാരാണ്, പിന്നെ അതിന്റെ കളർ പറ്റാത്ത ആൾക്കാരൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ചില ആൾക്കാർക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ കറക്കും. അപ്പൊ നിങ്ങൾ ആ യൂസ് ചെയ്ത സൺസ്ക്രീൻ ഏതാണെന്ന് നോക്കുക. അപ്പൊ അല്ലെ ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ആ സൺസ്ക്രീൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവല്ലോ, അതൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഒന്ന് എടുക്കുക. അതിനകത്ത് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ എലമെന്റ് ഉണ്ടോ എന്ന് നോക്കുക. അതിനകത്ത് ഏതെങ്കിലും രണ്ട് എലമെന്റ്, അതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആവോബെൻസിൻ സോറി, അതിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടോ എന്ന് നോക്കുക. അത് ഉണ്ടെങ്കിൽ അത് കാരണമാണ് നിങ്ങൾക്ക് അതിലേതോ, അപ്പം ആ ഉള്ള എലമെന്റ് ഏതാണോ അത് കാരണമാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നത്. അടുത്ത സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ അതില്ലാത്ത സൺസ്ക്രീൻ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലും സിങ്ക് ഓക്സൈഡിലും ടൈറ്റാനിയം ഓക്സൈഡിലാണ് നമ്മളിത് കാണപ്പെടുന്നത്. പിന്നെ ഞാൻ ആവോബെൻസിനോട് പറഞ്ഞാണ് ചില ആൾക്കാർക്ക് അതിനകത്തുള്ളൊരു പ്രശ്നം കാണാറുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭയങ്കര തിക്കായിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഓയിലി ബേസ് ഉള്ള സൺസ്ക്രീൻ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഫേസിൽ കൂടുതലായിട്ട് ഓയിലിനെസ് ഉണ്ടാക്കും. അപ്പൊ അത് കാരണം ചിലപ്പോൾ നിങ്ങളൊന്ന് കറക്കാൻ ചാൻസ് കൂടുതലാണ്. ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കാരണം നമ്മുടെ ലൈറ്റിന്റെ എഫക്റ്റ് കൂടെ കാരണം നമ്മളൊന്ന് കറക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻകാർക്ക് പറ്റിയ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഷൈനസ് ഒന്നും ഫേസിന് വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് മുന്നേ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് അപ്ലൈ, അല്ലെങ്കിൽ സ്കിൻ ചിലപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിട്ട് ഫീൽ ആവും. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വേണം സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇനി സൺസ്ക്രീനെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിലേക്ക് അയക്കാട് കൊടുക്കാം, അതൊന്ന് കണ്ടുവയ്ക്കാൽ നിങ്ങൾക്ക് സൺസ്ക്രീനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ കിട്ടും. അതിനകത്ത് നല്ല റെക്കമെൻഡേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഞാൻ വിറ്റാമിൻ സി, റെറ്റിനോൾ, ഇത് ജനറലായിട്ട് എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്. വിറ്റാമിൻ സി, റെറ്റിനോൾ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഈ പറയുന്ന കേട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചും കൂടി ഇത് രണ്ടും എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ രണ്ടിന്റെയും ഐക്കാർഡ് വീഡിയോ കൊടുക്കാം. അപ്പൊ എന്താണ് വിറ്റാമിൻ സി, അത് നമുക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല, കുറച്ചും കൂടെ അത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ അവിടെയും കാണും, അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അല്ല നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല, ഡയറക്റ്റ് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ നെക്സ്റ്റ് Q&A അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് കമന്റ് ബോക്സിൽ വന്നത് ക്ലിയർ ചെയ്യാം. ഞാനത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻ വന്നാൽ ഞാൻ പറഞ്ഞതുകൊണ്ടാണെന്ന് വിചാരിക്കത്തില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, നമുക്ക് തീർക്കാം. എന്നിട്ട് ഉപയോഗിച്ചാൽ മതി. അല്ലാണ്ട് വാങ്ങി ഈ കേട്ടത് വെച്ച് മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കരുത്. ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം, ഇത് മാത്രം പോരാന്നുണ്ടെങ്കിൽ വേറെയും വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടിയല്ലേ. അപ്പൊ നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ള സ്കിൻ ചീത്തയായി പോകും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നന്നാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മളെ നോർമൽ സ്കിൻകാരുടെ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേയും വരുന്നവർ. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.